നാം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരു മാസത്തിന് ശേഷം കൃപാവരങ്ങൾ എന്നുള്ള വിഷയം തുടർന്ന് പഠിക്കുവാനൊരു അവസരം ദൈവം നൽകുന്നു. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് 2 കൃപാവരങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് അഡ്മിനിസ്ട്രേഷൻ, 2 ഹെൽപ്പിംഗ് ആൻഡ് സെർവിങ്. അതായത് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ കാണുന്ന അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. God gives some the spiritual gift of administration in order to organize those with other gifts and keep the church functioning at its most efficient best. അതായത് ഈ നിയന്ത്രണം എന്നുള്ള അല്ലെങ്കിൽ കൺട്രോളിങ്, ഓർഗനൈസിങ് എന്നുള്ള കൃപാവരം ദൈവം ചില വ്യക്തികൾക്ക് കൊടുത്തിരിക്കുന്നത് മറ്റ് കൃപാവരങ്ങളുള്ള വ്യക്തികളെ ഒന്നിച്ച് കൊണ്ടുപോയി നിയന്ത്രിച്ച് സഭയുടെ ഏറ്റവും നല്ല ഒരു പ്രയോജനത്തിനായിട്ട് അവരെ കൊണ്ടുപോവുക എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ, അതായത് അഡ്മിനിസ്ട്രേഷൻ ഗിഫ്റ്റ് ഉള്ള വ്യക്തികൾ ഇടയന്മാരായിരിക്കാം, അല്ലായിരിക്കാം. എന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേഷൻ ഗിഫ്റ്റുള്ള എല്ലാവരും ഇടയന്മാരാവണമെന്നില്ല, ഇടയന്മാർ എല്ലാവർക്കും ഈ ഒരു ഗിഫ്റ്റ് ഉണ്ടാവണമെന്നും ഇല്ല. See, when volunteers are needed to organize an event, administrators are often at the head of the line. സഭയായിട്ട് ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാന്ന് വിചാരിക്കാം. അവിടെ എല്ലാ കഴിവുകളും ഉള്ള ആൾക്കാരെ ഒരുമിപ്പിച്ച് ക്രമമായിട്ട് കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് പോകുവാൻ ചില വ്യക്തികൾ അതിൻ്റെ തലപ്പത്ത് ഉണ്ടായിരിക്കും. എനിക്കിപ്പോൾ ഒരു കൃപാവരം ഉണ്ടായിരിക്കും, വേറൊരു സഹോദരൻ്റെ ഒരു കൃപാവരം ഉണ്ടായിരിക്കും. പക്ഷേ ഒരു മീറ്റിങ്ങിൽ ഞങ്ങളെ 2 പേരെയും ഒരേ രീതിയിൽ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനും കാര്യങ്ങളെ ക്രമമായിട്ട് ചെയ്യുവാനുള്ള നിയന്ത്രണം അത് ചിലർക്ക് ഉണ്ടാകും. ഒരു വിവാഹ ശുശ്രൂഷയാണെന്ന് വിചാരിക്കുക. അതിൽ ആരൊക്കെ സ്റ്റേജിലിരുത്തണം, പ്രസംഗം എത്ര നേരം നീണ്ടു പോകണം, പാട്ട് എത്ര നേരം നീണ്ടു പോകണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, പിന്നെ കേറ്ററിങ്ങിൻ്റെ കാര്യങ്ങൾ, സീറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ, സ്റ്റേജിൻ്റെ അറേഞ്ച്മെൻറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു ശരിയായ ഒരു അഡ്മിനിസ്ട്രേഷൻ, അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അല്ലെങ്കിൽ ഒരു തടസ്സമില്ലാതെ കൊണ്ടുപോകുന്ന ഒരു കാര്യം, അതാണ് ബേസിക്കലി ഒരു സംഭവം. ഓക്കെ, ഇനി അടുത്ത വലിയ ഒരു കൃപാവരം എന്താണെന്ന് ചോദിച്ചാൽ ഹെൽപ്പിംഗ് ആൻഡ് സെർവിങ് എന്നുള്ളതാണ്. സഹായിക്കുന്നതും ശുശ്രൂഷ ചെയ്യുന്നതുമായിട്ടുള്ള കൃപാവരം. സെർവിങ് എന്നുള്ള വാക്കിന് ഗ്രീക്കിൽ ഡൈക്കോണോസ്, അതിൽ നിന്നാണ് ഡീക്കൺ, ശുശ്രൂഷകൻ എന്നുള്ള വാക്ക് നമുക്ക് മലയാളത്തിൽ കിട്ടുന്നത്. ശുശ്രൂഷ എന്നുള്ള ഈ കൃപാവരം ചില ആൾക്കാർക്ക് കൊടുത്തിരിക്കുന്നത് സഭയുടെ പ്രവൃത്തിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന ഒരു ഉദാഹരണം, അപ്പോസ്തല പ്രവൃത്തി 6-ാമത്തെ അധ്യായത്തിൻ്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഈ കാര്യം കാണുന്നുണ്ട്. അവിടെ സഭയിലെ ആൾക്കാരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അവിടെ ഉണ്ടായ ഒരു പ്രശ്നമായിരുന്നു ഡെയിലി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫുഡ്. അതായത് ദിവസം തോറുമുള്ള ഭക്ഷണ വിതരണത്തിൽ യവന ഭാഷ സംസാരിക്കുന്ന വിധവന്മാരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് കാര്യമായിട്ടുള്ള കെയർ കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതിനെന്താണ് അപ്പോസ്തലന്മാർ ചെയ്ത പരിഹാരം? അപ്പോസ്തലന്മാർ പറഞ്ഞത് എന്താ? നിങ്ങൾ തന്നെ ആത്മാവിൽ നിറവുള്ള, ജ്ഞാനത്തിൽ നിറവുള്ള 7 പേരെ തിരഞ്ഞെടുക്കുക, ഞങ്ങൾ ഈ ഒരു ഉത്തരവാദിത്തം അവരെ ഭരമേൽപ്പിക്കാം. അങ്ങനെ അവരെ ഭരമേൽപ്പിക്കുമ്പോൾ ഈ അപ്പോസ്തലന്മാർക്ക് വചനഘോഷണത്തിനും പ്രാർത്ഥനയിലും അവരുടെ സമയത്തെ മുഴുവനായിട്ട് കൊടുക്കുവാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മൂപ്പനെ സംബന്ധിച്ചിടത്തോളം സഭ പരിപാലനവും സഭയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതും വചനം പ്രസംഗിക്കുന്നതുമാണ്
സഭയിൽ അവരുടെ മെയിൻ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം സുഗമമായിട്ട് നിറവേറപ്പെടുവാൻ അതിന് ശുശ്രൂഷകരെ ആവശ്യമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ സർവീസ് എന്ന ഗിഫ്റ്റ് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ഇനി വേറൊരു ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 11-ാമത്തെ അധ്യായത്തിൻ്റെ 27 മുതൽ 30-ാം വാക്യം വരെ. അവിടെ ചില പ്രവാചകന്മാർ യെരൂശലേമിൽ നിന്നും അന്ത്യോക്യയിലേക്ക് പോയി അവിടെ അവരിൽ ഒരുവനായ അഗബോസ് ഒരു ക്ഷാമത്തെ പറ്റി പ്രവചിക്കുന്നുണ്ട്. ആ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ത്യോക്യയിലെ സഭ ഒരു ധനശേഖരം ചെയ്തിട്ട് അത് യെരൂശലേമിലേക്ക് അയക്കുവാൻ തീരുമാനിക്കുന്നു. അത് എങ്ങനെ അയച്ചത്? ഗൂഗിൾ പേ വഴിയാണോ? അല്ല, മറിച്ച് പൗലോസിൻ്റെയും ബർണ്ണബാസിൻ്റെയും കയ്യിൽ ഏൽപ്പിച്ച് അവരാണത് അവിടെ എത്തിക്കുന്നത്. ഇതേ കാര്യം തന്നെയാണ് ഫിലിപ്പിയ സഭ പൗലോസിന് ഒരു ധനശേഖരം കൊടുത്തത് എപ്പഫ്രോഡിറ്റസ് വഴി. ഫിലിപ്പിയ ലേഖനം 2:25 നമ്മളത് കാണുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ റോമർക്ക് എഴുതിയ ലേഖനം കെങ്ക്രിയയിൽ വെച്ച് പൗലോസ് ഇത് എഴുതി ഇത് അവർക്ക് അയക്കുന്നത് ഫേബ എന്നുള്ള ഒരു ശുശ്രൂഷക്കാരത്തി മുഖാന്തരമാണ്. അപ്പോൾ പല സാഹചര്യങ്ങളിലും ഓരോരോ നേതൃത്വങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ ഉത്തരവാദിത്വം സുഗമമായിട്ട് നിറവേറപ്പെടുവാൻ ശുശ്രൂഷകർ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെയാണ് ശുശ്രൂഷകന്മാരുടെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന കാര്യം എന്തൊക്കെയാണ്? 1. Deacons free up the elders by taking the non-core duties and responsibilities so that elders can focus on their shepherding task. ശുശ്രൂഷയിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മൂപ്പന്മാർക്ക് പല ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൽ അവർക്ക് മാത്രമായിട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. പിന്നെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ചെയ്യാൻ നിർബന്ധിതരായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൽ ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഈ ശുശ്രൂഷകന്മാർ ഏറ്റെടുത്ത് മൂപ്പന്മാർ ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങളെ ഫോക്കസ് ചെയ്ത് അവർക്ക് മുന്നോട്ട് പോകാനുള്ള വഴി ഒരുക്കുക എന്നുള്ളതാണ് ശുശ്രൂഷകന്മാരുടെ ഒരു റോള്. അപ്പോൾ ശുശ്രൂഷകൻ എന്നുള്ള വാക്കിൽ ഈ ഒരു കാര്യം ഉൾപ്പെട്ട് നിൽക്കുന്നുണ്ട്. 2. Everyone else who helps the church in whatever way they can. ശുശ്രൂഷകൻ എന്നുള്ള വാക്കിന് ഉള്ള മറ്റൊരു തലം ഇതാണ്: സഭയിൽ അവർക്കാകുന്ന ഏത് രീതിയിലും സഭയെ സഹായിക്കാനുള്ള ഒരു കാര്യമായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും. സോ in exercising this gift, one must have a self-sacrificial attitude and a servant mentality in the same way Jesus displayed as he washed the feet of his disciples. ശുശ്രൂഷകൻ എന്നുള്ള കൃപാവരം ഉള്ള ഒരാൾ ആ കൃപാവരം പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരുമ്പോൾ ആ വ്യക്തിക്ക് 2 കാര്യങ്ങളാണ് ആവശ്യം. 1, സ്വയം ത്യാഗം ചെയ്യാനുള്ള മനോഭാവം. ശുശ്രൂഷ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പം നടക്കുന്നൊരു കാര്യമല്ല. ശുശ്രൂഷ ചെയ്യുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ തന്നെക്കാൾ ഒരു പടി മുന്നിൽ പരിഗണിക്കുക എന്നുള്ളതാണല്ലോ ആ ഒരു പദത്തിൻ്റെ ഉള്ളടക്കം. ഇതില്ലാത്ത ഒരാൾ ഒരു ഡൈനിങ് ടേബിളിൽ പോയാൽ ആ വ്യക്തിക്ക് തന്നെയാണ് ഫുഡ് ആദ്യം എടുക്കുന്നത്. എന്നാൽ ശുശ്രൂഷകനായിട്ടുള്ള ഒരാൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് വേണം തൻ്റെ ആവശ്യങ്ങളിലേക്ക് കടക്കാൻ എന്നുള്ളതാണ് ആ വ്യക്തിയുടെ മനോഭാവം. സോ ഇറ്റ്സ് എ സെൽഫ് സാക്രിഫിഷ്യൽ ആറ്റിറ്റ്യൂഡ്. സ്വയം ത്യാഗം ചെയ്യുന്ന ഒരു മനോഭാവം ഇതിലുണ്ട്. പിന്നെ ഒരു ദാസ മനോഭാവവും ഉണ്ട്, എ സെർവൻറ്റ് മെൻറ്റാലിറ്റി. ഏത് രീതിയിലാണ് ആ ദാസ മനോഭാവം വരുന്നത്? എപ്രകാരം യേശു തൻ്റെ ശിഷ്യന്മാരുടെ കാലുകളെ കഴുകിയോ ആ ഒരു മനോഭാവം ഇവിടെ ഉണ്ടാവും. ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന ആ ഒരു പശ്ചാത്തലം നമ്മൾ എടുത്തു നോക്കുമ്പോൾ യേശു ചെയ്തതിൻ്റെ ഒരു ആഴം യോഹന്നാൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ജോൺസ് ഗോസ്പൽ 13. ഓക്കെ, ഇവിടെ യേശു ആണ് ഇവിടുത്തെ ഹോസ്റ്റ്. ആതിഥേയൻ യേശു ആണ്.
ഈ ഭക്ഷണം ക്രമീകരിക്കുന്നത് യേശു ആയതുകൊണ്ട് ബാക്കി എല്ലാവർക്കും ഒരു ആശയക്കുഴപ്പമാണ്. സാധാരണ അതിഥിയെ വെൽക്കം ചെയ്യുമ്പോൾ ഇവിടെ അതിഥിയുടെ കാലിന് വെള്ളം കൊടുക്കുന്നു. അതാണ് അവിടുത്തെ ഒരു ആചാരം. അപ്പോൾ അതൊന്നും നടന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ ശിഷ്യന്മാർ തമ്മിൽ ഞാനാണ് ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ തർക്കിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് യേശു ക്രിസ്തു അവിടെ ഒരു ദാസൻ്റെ വില ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് 13-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ലോകത്തുള്ള മനുഷ്യരുടെ രക്ഷയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും പിതാവ് പുത്രനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. സോ ഹീ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ ഓൾ ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി. മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തിയാണ് ആരാ? യേശു. 2, ഈ യേശുവിൻ്റെ ഉറവിടം അല്ലെങ്കിൽ ആരംഭം ഭൂമിയിലല്ല. ഹി ഹാസ് കം ഫ്രം ഗോഡ്. ഹി ഹാസ് കം ഫ്രം അബവ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് താൻ എങ്ങോട്ടേക്കാണ് തിരിച്ചു പോകുന്നത്? മരണത്തിലേക്കാണോ? അല്ല, മരണം വഴി സ്വർഗത്തിലേക്കാണ്. അപ്പോൾ 3 കാര്യങ്ങളുടെ വെളിച്ചത്തിൽ വേണം ഈ ശുശ്രൂഷയെ കാണാൻ. ഹൂ ഈസ് ഡൂയിങ് ദിസ്? ആർക്കാണിത് ചെയ്യുന്നതും കൂടെ നോക്കണം. കുറച്ച് നേരം കഴിയുമ്പോൾ വിട്ടേച്ച് ഓടിപ്പോകുന്ന 11 പേര്, അതിലൊരുത്തൻ 3 തവണ തള്ളിപ്പറയും. പിന്നെ 12-അവൻ ഒറ്റിക്കൊടുക്കും. അപ്പോൾ പല കാര്യങ്ങളിലൂടെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഒന്ന്, യേശു ആരാണെന്നുള്ളതും എവിടെ നിന്ന് വന്നു എന്നുള്ളതും എന്ത് ചെയ്യാനാണ് വന്നതെന്നുള്ളതും തിരിച്ചെങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളതും അതൊരു വശം. ഇതെല്ലാം ചെയ്യുന്നത് ഒരു യോഗ്യതയുമില്ലാത്ത 12 പേരോടാണെന്നും കൂടെ ഉള്ളത് മറ്റൊരു വശം. ഇതാണ് ഒരു ശുശ്രൂഷകന് വേണ്ട മനോഭാവം. ടു ഡു ദ ലോവസ്റ്റ് ജോബ് ടു ദ മോസ്റ്റ് അൺഡിസേർവിങ് പീപ്പിൾ. അർഹതയില്ലാത്തവർക്ക് ഏറ്റവും ചെറിയ കാര്യം പോലും ചെയ്യാൻ മനസ്സുള്ള ഒരു വ്യക്തി. അതാണ് ഇവിടെ നമ്മൾ യേശുവിൽ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ശുശ്രൂഷകന്മാരുടെ കാര്യത്തിലുള്ള ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഹൗ ഡസ് സർവീസ് ഓർ ഹെൽപ്പിംഗ് ലുക്ക് ലൈക്ക് ഇൻ ടുഡേയ്സ് ചർച്ച് കോണ്ടെക്സ്റ്റ്? ഇന്നത്തെ സഭാ പശ്ചാത്തലത്തിൽ ശുശ്രൂഷ അല്ലെങ്കിൽ സഹായ കൃപാവരം അതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക? ഞാൻ 3 കാര്യങ്ങൾ പറയാം. 1, a deacon's job would involve the administration of the Lord's table, handling of finances, the correspondence of the church, reading the announcements for the week, and the other jobs that are not essential to an elder. ഇന്നത്തെ സഭാ സാഹചര്യത്തിൽ ഒരു ശുശ്രൂഷകൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ കർത്തൃമേശയുടെ കാര്യത്തിലുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്യുക, സഭയുടെ സാമ്പത്തിക കാര്യങ്ങളിലുള്ള ക്രമീകരണങ്ങളെല്ലാം മേൽനോട്ടം വഹിക്കുക, സഭയുടെ കറസ്പോണ്ടൻസ്, അതായത് അവരുടെ കമ്മ്യൂണിക്കേഷൻ, മറ്റുള്ള സഭകൾക്കുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം ഹാൻഡിൽ ചെയ്യുക, പിന്നെ അനൗൺസ്മെൻറ്റ് പറയുക. അതോടൊപ്പം തന്നെ ഒരു മൂപ്പൻ്റെ കോർ ജോബിൽ ഉൾപ്പെട്ടിരിക്കാത്ത എല്ലാ കാര്യങ്ങളിലും അവർ ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സഭയിൽ ഒരു വശമാണ് ഞാനീ പറഞ്ഞത്. ഓക്കെ, പല സഭകളിലും, പല ചെറിയ സഭകളിലും മൂപ്പന്മാർക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഹാളിൻ്റെ അറേഞ്ച്മെൻറ്റ്സിൻ്റെ കാര്യവും മൈക്കിൻ്റെ കാര്യവും കർത്തൃമേശയുടെ കാര്യവും എല്ലാം ചെയ്യേണ്ടി വരുന്നത് അതിന് പ്രാപ്തരായിട്ടുള്ള ആളുകൾ ഇല്ലാത്തത് കൊണ്ടാണ്. പല ചെറിയ സഭകളും അതാണ് അതിലെ ആവശ്യം. അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. എന്നാൽ അതേ സഭ തന്നെ വലുതായി പ്രാപ്തരുള്ള ആൾക്കാരെല്ലാം വന്നിട്ടും പിന്നെയും ഇതിലെല്ലാം കടിച്ചു തൂങ്ങി നിൽക്കുന്നത് കുറ്റം പറയേണ്ട കാര്യമാണ്. പല സഭകളിലും അതുണ്ട്. പണ്ട് 10 പേരുണ്ടായിരുന്നപ്പോൾ കാര്യങ്ങൾ ചെയ്ത ആൾക്കാർ ഇപ്പോൾ 100 പേരായിട്ടും ആ ആൾക്കാർ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഇവരത് വിട്ടുകൊടുക്കുന്നില്ല. വിട്ടുകൊടുത്താൽ അവരുടെ എന്തോ പോയി എന്നുള്ളതാണ് അവരുടെ ഒരു ചിന്ത. പക്ഷെ ഞാനൊന്ന് പറയട്ടെ, വിട്ടുകൊടുക്കുന്നത് കൊണ്ട് സത്യം പറഞ്ഞാൽ ഒന്നും നഷ്ടപ്പെടുന്നില്ല. ഒരു മെഴുകുതിരി, കത്തുന്നൊരു മെഴുകുതിരി ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ അതിങ്ങനെ
കുറഞ്ഞു വരും, മെഴുക് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ വേറൊരു മെഴുകുതിരി ഇവിടുന്ന് തീ എടുത്തിട്ട് നമ്മൾ അവിടെ സ്ഥാപിക്കുമ്പോൾ ഈ മെഴുകുതിരിയുടെ തീക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ഇല്ല. അതിൻ്റെ വെളിച്ചത്തിന് യാതൊരു കുറവും സംഭവിക്കുന്നില്ല. മറിച്ച് ഈ റൂം ഇരുട്ടിലാവാതിരിക്കാനുള്ള വഴി നമ്മൾ വേറെ ആക്കി വെച്ചിരിക്കുന്നു. അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് ആയിരിക്കണം സഭ ഈ ഒരു കാര്യത്തിൽ കണക്കാക്കേണ്ടത്. പ്രത്യേകിച്ച് മൂപ്പന്മാർ ഈ നോൺ കോർ ജോബ്സൊക്കെ ഇങ്ങനെ പിടിച്ചു വെക്കാതെ പ്രാപ്തരായിട്ടുള്ള ആൾക്കാരെ ഏൽപ്പിച്ചു കൊടുക്കുകയും അവരുടെ തന്നെ ജോലിയിൽ ഫോക്കസ് ചെയ്യുകയും ക്രമേണ അവരുടെ ജോലി മറ്റുള്ളവരെ ട്രെയിൻ ചെയ്യാനും അവർ ശ്രമിക്കണം. ഓക്കെ, ഇനി പലർക്കും ആശയക്കുഴപ്പമുള്ള മറ്റൊരു മേഖലയാണ് ടാലൻസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു സഭയിൽ എന്നുള്ളതിൻ്റെ ഒരു കുഴപ്പം. അതായത് പല ആൾക്കാരും ചിന്തിക്കുന്നത് സിംഗിങ്ങും സംഗീതപരമായിട്ടുള്ള എബിലിറ്റീസും പിന്നെ നമ്മളുടെ വചന ശുശ്രൂഷയിലെ ട്രാൻസ്ലേഷൻ, അതുപോലെ തന്നെ അക്കൗണ്ട് ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതെല്ലാം ആത്മീക കൃപാവരങ്ങളാണെന്നുള്ളതാണ് ചിലരുടെ ധാരണ. അപ്പോൾ ഒരാളോട് ചോദിച്ചാൽ, പാട്ട് പാടുന്ന ഒരാളോട് ചോദിച്ചാൽ എന്താണ് നിങ്ങളുടെ കൃപാവരം? അപ്പോൾ ആ വ്യക്തി പറയും പാട്ട് പാടുന്നതാണ് കൃപാവരം എന്നുള്ളത്. പക്ഷെ ഞാനും ചോദിക്കട്ടെ, പാട്ട് പാടുന്നത് ഒരു കൃപാവരം ഡെഫിനിഷൻ എന്തുവാ? രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുന്നൊരു കാര്യമാണ് കൃപാവരം. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും പാട്ട് പാടുന്നതാണ് എൻ്റെ കൃപാവരം എന്നാണ്? രക്ഷിക്കപ്പെടാത്ത ആൾക്കാർ നല്ലപോലെ പാട്ട് പാടുന്നില്ലേ? അവർ നമ്മളെക്കാൾ നല്ലപോലെ പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ പിന്നെ അതെങ്ങനെ ഒരു കൃപാവരമാകും? പിന്നെ ട്രാൻസ്ലേഷൻ, ഒരു പൊളിറ്റിക്കൽ റാലി വരുമ്പോൾ വടക്കിന്ത്യയിലെ നേതാക്കന്മാരുടെ ട്രാൻസ്ലേഷൻ ഇവിടെ ചെയ്യുന്നത് മലയാളികളല്ലേ? അവർക്ക് നമ്മളെക്കാളും നല്ലപോലെ തർജ്ജമ ചെയ്യാൻ പറ്റുമല്ലോ. പ്രസംഗം അവർക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റും. അക്കൗണ്ട് ബുക്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെക്കാളും അവർക്ക് നല്ല രീതിയിൽ സാധിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീസ് ആർ ടാലൻസ് ആൻഡ് സ്കിൽസ് ദറ്റ് യു ആർ ബോൺ വിത്ത് ആൻഡ് യു അക്വയർ ഓവർ എ പീരിയഡ് ഓഫ് ടൈം റെസ്പെക്റ്റീവ്ലി. നമ്മൾക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന ചില കഴിവുകളുണ്ട്, അതോടൊപ്പം തന്നെ കാലക്രമേണ നമ്മൾ ആർജിച്ചെടുക്കുന്ന മറ്റ് കഴിവുകളുണ്ട്. ഇതൊക്കെ അതിൽപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പാട്ടും അക്കൗണ്ട് ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അങ്ങനെയുള്ള കമ്പ്യൂട്ടറുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതും അല്ല. പക്ഷേ യു ക്യാൻ യൂസ് ദീസ് ടാലൻസ് ടു സെർവ് ദ ചർച്ച് ഇൻ എ സെൽഫ്ലെസ് മാനർ. ഈ വക കാര്യങ്ങളെല്ലാം നിസ്വാർത്ഥമായിട്ട് ഉപയോഗിച്ച് സഭയെ ശുശ്രൂഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ പാട്ട് പാടുന്ന കഴിവുള്ള ഒരു വ്യക്തി, ആ വ്യക്തി എങ്ങനെയാണ് തൻ്റെ കൃപാവരത്തെ കാണേണ്ടത്? ഹീ ഈസ് സെർവിങ് ദ ചർച്ച് വിത്ത് ഹിസ് സിംഗിങ്. ആ പാട്ട് പാടുന്ന കഴിവിനെ ഉപയോഗിച്ച് താൻ സഭയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നു നിസ്വാർത്ഥമായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? യു ഷുഡ് ബി അവൈലബിൾ അറ്റ് എനി ടൈം ദ ചർച്ച് കോൾസ് യു ഫോർ സച്ച് എ സർവീസ്. ഏതെങ്കിലും ഒരു ശുശ്രൂഷയ്ക്കായിട്ട് സഭ വിളിക്കുമ്പോൾ സഭയ്ക്ക് നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കണം. ദാറ്റ്സ് ദ സർവീസ് മെൻറ്റാലിറ്റി ഹിയർ. പിന്നെ അപ്പാർട്ട് ഫ്രം ഡീക്കൺസ് ആൻഡ് ഡീക്കണസസ് and the use of talents and skills, service would also look like this: helping with the hall arrangements, helping fellow believers with transport facilities for meetings, preparing food for someone who is not keeping well, etc. സഭാ ശുശ്രൂഷകന്മാരും പിന്നെ ജന്മസിദ്ധമായിട്ടുള്ള കഴിവിനെ വെച്ച് സഭയെ ശുശ്രൂഷിക്കുന്നവരും ആയിട്ടുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. സഭയുടെ ഹോൾ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നതും യാത്രാ സൗകര്യങ്ങളില്ലാത്ത മറ്റ് വിശ്വാസികൾക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരെ ആ കാര്യത്തിൽ സഹായിക്കുന്നത്, സുഖമില്ലാത്ത ഒരാൾക്ക് ഭക്ഷണം പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്, അതെല്ലാം ശുശ്രൂഷയിൽപ്പെട്ട കാര്യങ്ങളാണ്. ഈ മീറ്റിങ്ങിന് മാത്രം വരുമ്പോഴുള്ളത് മാത്രമല്ല ശുശ്രൂഷ. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ചർച്ച് മീറ്റിങ്ങിൽ മാത്രം വരുമ്പോഴുള്ള ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല ശുശ്രൂഷ. ഇറ്റ് ഈസ് ബോത്ത് ഇൻ ആൻഡ് ഔട്ട്സൈഡ് ദ ചർച്ച്. സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞവയെല്ലാം. ഓക്കെ, രണ്ട് മൂന്ന് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. അതിനു മുമ്പായിട്ട് ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കപ്പെട്ട ആരായാലും, ശുശ്രൂഷയ്ക്കായിട്ടെന്ന് പറയുമ്പോൾ ഡീക്കൺസ്, സഭ ശുശ്രൂഷകന്മാരായിട്ട് വിളിക്കപ്പെട്ട ആരായാലും
ഡോണ്ട് വ്യൂ യുവർ ജോബ്സ് ആസ് ഇൻഫീരിയർ ബിക്കോസ് യു ഡോണ്ട് ഹാവ് ലീഡർഷിപ്പ് റോൾ. നിങ്ങൾക്കൊരു നേതൃസ്ഥാനമില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ വിളിയെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവം തന്ന ഉത്തരവാദിത്തത്തെ നിങ്ങൾ കുറച്ചായിട്ട് കാണരുത്. പല ആൾക്കാർക്കും അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കുന്നുണ്ട്. എനിക്ക് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു ശുശ്രൂഷ എനിക്കില്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ പ്രയോജനമൊന്നും ഇല്ല, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു ചിന്താഗതി മനുഷ്യർക്കുണ്ടാവും, സ്വാഭാവികമാണത്. പക്ഷേ ആ ഒരു ചിന്താഗതി മാറേണ്ട ആവശ്യകതയുണ്ട്. ഒരു നേതൃസ്ഥാനം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ല എന്നുള്ളത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. കാരണം നിങ്ങളില്ലെങ്കിൽ ഈ മുൻനിരയിലുള്ള ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. നിങ്ങൾക്കുള്ള ഒരു എൻകറേജ്മെൻ്റ് ആണത്. നിങ്ങളിൽ ആരെങ്കിലും ഒരു ബാക്ക് സ്റ്റേജ് റോൾ എടുക്കുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളില്ലെങ്കിൽ ഫ്രണ്ടിൽ ചെയ്യുന്ന ജോലി ചെയ്യുവാൻ അവർക്ക് വേറൊരു സഹായവുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്ററിനെ നമ്മൾ എടുത്ത് നോക്കിയാൽ, ഓക്കെ, സപ്പോസ് ആ വ്യക്തി ഒരു റൈറ്റ് ഹാൻഡഡ് ബാറ്റ്സ്മാൻ ആണെങ്കിൽ അയാൾ കളിക്കുന്നത് റൈറ്റ് ഹാൻഡോട് മാത്രമാണോ? അല്ല. മെയിനായിട്ട് റൈറ്റ് ഹാൻഡഡ്നെസ് ആണെങ്കിലും അയാളുടെ ലെഫ്റ്റ് ഹാൻഡും ലെഫ്റ്റ് ലെഗും റൈറ്റ് ലെഗും എല്ലാം ഉൾപ്പെട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ റൈറ്റ് ഹാൻഡ് ഒരു മൂപ്പനായിട്ടും ബാക്കി 3 ലിംസും ശുശ്രൂഷകന്മാരായിട്ടും നിങ്ങൾ ചിന്തിക്കണം. റൈറ്റ് ഹാൻഡഡ് ബാറ്റ്സ്മാൻ അല്ലെങ്കിൽ റൈറ്റ് ആം ബോളർ, ആ ബോളർ അല്ലെങ്കിൽ ആ ഒരു ഒറ്റക്കൈ മാത്രമല്ലല്ലോ മൈതാനത്തെ കൂടെ ഇങ്ങനെ നടക്കുന്നത്. ആ മൈതാനത്ത് ഈ വലത്തെ കൈ ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഇടത്തെ കൈയും വിചാരിക്കണം, ഇടത്തെ കാലും വിചാരിക്കണം, വലത്തെ കാലും വിചാരിക്കണം. എങ്കിലേ വലത്തെ കൈക്ക് എന്തെങ്കിലും ഒരു പ്രസക്തിയുള്ളൂ. ഇപ്പോൾ സ്വിമ്മിങ് ആയാലും ഏത് സ്പോർട്ടാണെങ്കിലും ഈ 4 ലിംസും ഇല്ലാതെ പ്രോമിനൻറ്റ് ലിംബിനൊന്നുമില്ല ചെയ്യാൻ. ബാഡ്മിൻ്റണിൽ സർവീസ് നടത്തുമ്പോൾ റൈറ്റ് ഹാൻഡഡ് പ്ലെയർ ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് വേണം. എന്തിനാ? ഈ ഷട്ടിൽ അടിക്കാൻ വേണ്ടിയിട്ട് ഇത് വിടാൻ. പിന്നെ കാല് വേണം എന്തായാലും, കാരണം ഒരു സ്ഥലത്ത് നിന്നിട്ടല്ലല്ലോ ഇത് ചെയ്യുന്നത്, ഓടി നടന്നാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ശുശ്രൂഷകന്മാരും നിങ്ങളുടെ ഉത്തരവാദിത്തത്തെ കാണുന്നത്. ഓക്കെ. രണ്ടാമതായിട്ട് ഒരു ചോദ്യം, ആർ യു വില്ലിംഗ് ടു ഇൻവോൾവ് ഇൻ ആക്ട്സ് ഓഫ് സർവീസ് ദാറ്റ് ഡസൻറ്റ് പുട്ട് യു ഇൻ ദ ലൈം ലൈറ്റ്? അതായത് എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് വരാതിരിക്കുന്ന ശുശ്രൂഷ രംഗത്ത് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ മനസ്സുണ്ടോ? എല്ലാവരുടെയും ശ്രദ്ധ വരണം എന്നുള്ളത് ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരരുത്. ആൾക്കാർ കാണുന്നെങ്കിൽ കണ്ടോട്ടെ, പക്ഷേ ആ ശ്രദ്ധ കിട്ടണമെന്നുള്ള രീതിയിൽ നിങ്ങളൊന്നും ചെയ്യരുത്. പരിശുദ്ധാത്മാവിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലുള്ള ജനനം പരിശുദ്ധാത്മാവിൻ്റെയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഉത്തരവാദിത്തമാണ്. ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ മുതൽ ഉള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ ചെയ്തത് പരിശുദ്ധാത്മാവ് നിറവിലാണ്. എന്തുകൊണ്ടാണ്? എല്ലാവരും പുത്രനിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കണം. ഇതാണ് പിതാവിൻ്റെ ഇഷ്ടം. പിതാവിൻ്റെ ഇഷ്ടം പുത്രൻ നിറവേറ്റുമ്പോൾ പുത്രനെ ആ ഇഷ്ടം നിറവേറ്റുവാൻ സഹായിക്കുന്നതാരാ? പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ജോലി എല്ലാവരും പുത്രനിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പ്രാപ്തരാക്കുന്നത്. ആ രീതിയിലാണ് നിങ്ങൾ ഇതിനെയും കാണുന്നത്. ഓക്കെ. തൃത്വം വെറും തിയോളജി അല്ല, നമ്മളുടെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരുപാട് പാഠങ്ങളും അതിൽ ഉണ്ട്. ഡോണ്ട് എൻഡെവർ ടു ബി നോട്ടിസ്ഡ്. പിന്നെ വെൻ യു സെർവ് യുവർ ലോക്കൽ ചർച്ച്, ഡു യു ഡു ഇറ്റ് വിത്ത് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് സെൽഫ് സാക്രിഫൈസ്? നിങ്ങളുടെ സഭയ്ക്കായിട്ടൊരു ശുശ്രൂഷ ചെയ്യുമ്പോൾ പൂർണ്ണ മനസ്സോടെ ഒരു സ്വയത്യാഗത്തിൻ്റെ മനോഭാവത്തിലാണ് നിങ്ങളത് ചെയ്യുന്നത്? ഓർ ആർ യു സീക്കിംഗ് മോണിറ്ററി ആൻഡ് പബ്ലിസിറ്റി ഗെയിൻസ്?
സാമ്പത്തികമായിട്ടുള്ള നേട്ടവും പിന്നെ മറ്റുള്ളവരുടെ ശ്രദ്ധയെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉന്നം വെച്ചാണ് നിങ്ങളത് ചെയ്യുന്നത്. ഓക്കെ, സോ അവസാനമായിട്ട് ഞാനിത് നിർത്തുമ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞ് നിർത്താം. റിമെമ്പർ 2 things. 1, we know that all people don't possess one specific gift. ഒന്നാമതായിട്ട് ഓർക്കേണ്ടത്, എല്ലാ വ്യക്തികൾക്കും ഒരു പ്രത്യേക കൃപാവരം ഇല്ല എന്നുള്ളത് വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. Yet we are all called to serve one another the way Christ served us. നമുക്കെല്ലാവർക്കും ശുശ്രൂഷകന്മാരെന്നുള്ള ഒരു കൃപാവരമില്ലെങ്കിൽ പോലും ആ ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. 2, serve with the strength that God supplies. നമ്മൾ മറ്റുള്ളവരെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ആ ഒരു ശക്തിക്കനുസരിച്ച് നാം മറ്റുള്ളവരെ ശുശ്രൂഷിക്കണം. എന്തുകൊണ്ടാണ്? So that in everything God may be glorified through Jesus Christ. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിൻ്റെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം യേശു ക്രിസ്തുവിനോടുള്ള പിതാവിൻ്റെ മഹത്വം പൂർണ്ണമാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇവിടെ കർത്തൃമേശ മുറിക്കാൻ പോകുന്ന ആൾക്കാരും സഭയുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരും ഇങ്ങനെ വേണം നമ്മൾ ഇതിനെ സമീപിക്കാൻ. ഇതിൻ്റെ എല്ലാം അൾട്ടിമേറ്റ് എയിം ദൈവനാമത്തിൻ്റെ മഹത്വമാണെന്നുള്ളത് ചിന്തിച്ചിട്ട് ഈ മെസ്സേജും ഇതിനോട് ചേർന്ന് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും, ഓക്കെ, ഇതിപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്ത് ഞാൻ യൂട്യൂബിലും ഇടും. അവിടെയും എൻ്റെ ഉദ്ദേശം ഇത് കേട്ട് ആൾക്കാർക്കൊരു സെൽഫ് സാക്രിഫൈസിങ് മൈൻഡ് ഉണ്ടാവണമെന്നുള്ളതാണ്. അല്ലാതെ എൻ്റെ വ്യൂവർഷിപ്പ് കൂട്ടണമെന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാവരുത് ഞാനിത് ചെയ്യാൻ ഉള്ള പ്രയോജനം. സോ മേ ഗോഡ് ഹെൽപ്പ് അസ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അടുത്ത തവണ നമ്മൾ ദൈവം എന്ന് വെച്ചാൽ കാണുമ്പോൾ പ്രബോധനം എന്നുള്ള വിഷയം, എക്സോർട്ടിങ് എന്നുള്ള വിഷയം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.